വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് തോന്നുന്നു 2 ദിവസമായി തോന്നുന്നു ലോങ് വീഡിയോ ഇട്ടിട്ട്. കാരണം എക്സാമൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. ഇപ്പം എനിക്ക് ഇന്ന് എക്സാം ഉണ്ട്, ശനിയാഴ്ച ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്ന്. ഇന്ന് കഴിക്കാനായിട്ട് തിരിച്ച് കാണിച്ചു തരാം ഗൈസ്. കഴിക്കാൻ നല്ല ചൂട് സാമ്പാർ, പപ്പടം, പിന്നെ ഇത് അച്ചാർ. ഇത് എന്ത് തോരനാണെന്ന് അറിയാൻ പാടില്ല ഗൈസ്. കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. കഴിക്കാം. ആദ്യം നമ്മൾ സാമ്പാർ ഇങ്ങനെ കാണിക്കണം, കാരണം അടിയിൽ പോയിട്ട് എല്ലാം കൂടെ കിടക്കും. ഞാൻ പിന്നെ കുളിച്ച് ഗൈസ്, അതാണ് മുടി ഇങ്ങനെ ഒരുമാതിരി കോല് പോലെ കിടക്കുന്നത്. നമുക്കിനി ഇത് കഴിക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. സാമ്പാറൊന്നും കഴിക്കാതെ കുട്ടിയായിരുന്നു. അപ്പോൾ വാവ് എന്ന് പറഞ്ഞ സാമ്പാർ കഴിക്കണം ഗൈസ്. കുറച്ച് പേരറിയാത്ത പയർ, നല്ല ചൂട് ചോറ് ചൂടോടെ കഴിക്കണതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇവിടുത്തെ ഫുഡിനൊന്നും അങ്ങനെ വാവ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചൂടും കൂടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പപ്പടം ഉണ്ടായിരുന്നു. കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു ഞാൻ പപ്പടം എന്താണ് കൂട്ടാത്തതെന്ന്. പപ്പടം ഇപ്പോൾ കൂട്ടുന്നുണ്ടാവും, കാരണം കൂട്ടായിട്ട് കഴിക്കാൻ തോന്നുന്നില്ലാത്തതുകൊണ്ട് ആ അഹങ്കാരം അങ്ങ് തീർന്നിട്ടുണ്ട്. ആ പപ്പടവും കൂടെ കുറച്ച് കഴിക്കാം. അപ്പോൾ ആ ഒന്നും ഇല്ലാത്തതിൻ്റെ ആ ക്ഷീണം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ കഴിച്ച് തീർക്കട്ടെ. എന്നിട്ട് നമുക്ക് പോയിട്ട് മുടി ഉണക്കി യൂണിഫോം ഇടാം. ഞാൻ ഒരുങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:20 നമുക്ക് 10 മിനിറ്റുള്ളിൽ കോളേജിൽ എത്തണം. അപ്പോൾ നമുക്ക് പോയിട്ട് എക്സാം എഴുതാം ഗൈസ്. നമ്മുടെ പരീക്ഷ കഴിഞ്ഞു. പാസ്സാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പാസ്സായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമല്ലേ. പക്ഷെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണില്ല ഗൈസ്. നമ്മൾ ആ ടൈപ്പിൽ നമ്മൾ വെരി കൂളാണ്, അതുകൊണ്ട് നമ്മളതൊന്നും ആലോചിക്കുന്നില്ല. ഇനി നമുക്കിനി ക്ഷീണമൊന്നും ഇറക്കി വെക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഗൈസ്. എല്ലാവരും എക്സാം കഴിഞ്ഞ് പോകണു ഗൈസ്. ഇവിടെ ഒരു മനുഷ്യനില്ല ഗൈസ്. ഞാനും പോവാണ്. ബൈ. ഞാൻ റൂമിലെത്തി. കുറച്ച് കടികൾ മേടിച്ചിട്ടുണ്ട്, കാരണം വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. വീക്കത് കഴിക്കാനായിട്ട് പരിപ്പ് വട മേടിച്ചിട്ടുണ്ട്. പിന്നെ നല്ല മൊരിഞ്ഞ സവാള ബജി. നിങ്ങളവിടെ ഇതിന് എന്താ പറയാറ്? കഴിച്ചു നോക്ക്. ഞാൻ പറഞ്ഞില്ല, വിശന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ കുറച്ച് ആവേശം കൂടുതലാണ്. എന്താണെന്നറിയോ? ചിക്കൻ ഫ്രൈയും ഉപ്പുമാവും. നമുക്ക് ഫുഡ് കഴിക്കാം. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പുമാവ് കഴിക്കണത്. നല്ല ചൂട് ഉപ്പുമാവും ചിക്കൻ ഫ്രൈയും. ഉപ്പുമാവും മീൻകറി, പിന്നെ ഉപ്പുമാവ് ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി. അടിപൊളി. ഇന്ന് സമയം എനിക്ക് തോന്നണു നേരത്തെയാണ്. ഒരു 7 മണി കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്. ഡിന്നർ ഇപ്പോഴേ കഴിക്കുക. അല്ലെങ്കിൽ മനസ്സിലായാ ഇന്നിനിപ്പോൾ ഒന്നും വേണ്ടാന്ന് ഓർക്കും. ബീഫ് കറിയും ഉപ്പുമാവും അടിപൊളി കോമ്പാണ്. പിന്നെ ഇറച്ചി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഞാൻ ഇപ്പം തീർക്കട്ടെ, തീർത്തിട്ട് ഓടി വരാം. അങ്ങനെ തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞു. തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞു. ഇനി കുളിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് കണ്ണടഞ്ഞു പോവാണ് ഗൈസ്. കാണുമ്പോൾ എൻ്റെ ഒരു കണ്ണ് ഇങ്ങനെയായിട്ടിരിക്കുകയാണ്. പിന്നെ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനായിട്ടേ സമയമില്ല. ഇപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും ഗൈസ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ഫ്രീ ആയപ്പോൾ ജീവിതം മടുത്തു. നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് വിശേഷം? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി മറക്കണ്ട.
പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ അതും പറയാൻ വേണ്ടി മറക്കണ്ട. ഞാൻ എൻ്റെ ഐബ്രോസ് പോലും പ്ലക്ക് ചെയ്തിട്ട് കുറേ ദിവസമായി. ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റാത്തതാണ് കേസ്. ഇവിടെയൊക്കെ ചിലപ്പോൾ വളർന്ന് വളഞ്ഞിരിക്കുകയാണ്. മീശയും വന്നിട്ടുണ്ട്, പൊടിമീശയും. മറ്റേ പൊടിമീശക്കാരെന്നല്ല, പൊടിമീശക്കാരി ആയിരിക്കുകയാണ് കേസ് ഞാൻ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേസ്. ഇപ്പം രാവിലെ എണീക്കണു, ഓട്ടപ്പാചാരം പഠിക്കുന്നു, പിന്നെ ലഞ്ച് പിടിക്കുന്നു, പിന്നെ പോയിട്ട് പരീക്ഷ എഴുതുന്നു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ റൂട്ടീൻ. പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി സമയമില്ല. ഇൻഷാ അല്ലാ നാളെ നമ്മൾ വീട്ടിലേക്ക് പോകും. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഗായ്സ്. അപ്പം അതാണ് അത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മറക്കണ്ട. ബൈ.